ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. മത്തായി 11:29-30. സ്വന്തം പിതാവോ മാതാവോ സഹോദരങ്ങളോ കൂടെയില്ലാത്തപ്പോഴും നമ്മുടെ കൂടെയുള്ള സ്നേഹനിധിയായ പിതാവാണ് സ്വർഗസ്ഥനായ ദൈവം. ഈ ദൈവം എല്ലായ്പ്പോഴും എല്ലാവരോടും കൂടെയുണ്ട്. പക്ഷെ കൂടെയുള്ള ഈ പിതാവിനെ കാണുകയോ അറിയുകയോ ചെയ്യാതെ നാം നമ്മുടേതായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ജീവിതത്തിന്റെ പരാജയം. കൂടെയുള്ള പിതാവിന്റെ കരങ്ങളിൽ നമ്മുടെ കൈകൾ കൊടുത്ത് യാത്ര ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും നാം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അതിന് പലപ്പോഴും നാം തയ്യാറല്ല എന്നതാണ് നാം ഓരോരുത്തരുടെയും പ്രശ്നം. പ്രതിസന്ധികൾ ഇല്ലാത്ത ജീവിതമില്ല എന്ന് നാം പറയും. അത് വളരെ ശരിയാണ്. പക്ഷെ ആ പ്രതിസന്ധികൾ ഇടുങ്ങിയ പാലം പോലെ മാത്രമാണ്. നമുക്ക് ബോധിച്ചതെല്ലാം ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് കരുതി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ നാം പാരതന്ത്ര്യത്തിന് വിധേയരാവുകയാണ്. അതിൽ നിന്ന് മോചനം നേടുവാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടു കൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ഇവിടെ തന്നെ സ്വർഗതുല്യമായി തീരുകയാണ്. അങ്ങനെ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകണം. അതിനായി നമുക്ക് സമർപ്പിതരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.